കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന ഓപ്പറേഷൻ നുംഖൂറിനെ കുറിച്ചാണ് പറയാനുള്ളത്. ശരിക്കും ഭൂട്ടാൻ പോലൊരു രാജ്യത്ത് നിന്ന് വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് അതവിടെ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന റാക്കറ്റിനെ പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഇത്രയും വലിയൊരു ലൂപ്പ് ഹോൾ ഉള്ളൊരു സിസ്റ്റം എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ ഈ പറഞ്ഞ എംപരിവാഹനും സാരഥിയും അങ്ങനെയുള്ള ഒരുപാട് ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളുണ്ട്. നമ്മുടെ ആ ഒരു വാഹനം അല്ലെങ്കിൽ ഗതാഗത സംവിധാനത്തെ പറ്റി കുറച്ചുകൂടെ ഈസി ആക്കാനും അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിന് യൂസ് ചെയ്യാൻ എളുപ്പത്തിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ലൂപ്പുകൾ ഇട്ടിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇനിയും ഒരുപാട് ഉണ്ടാവില്ലേ? അപ്പോൾ ശരിക്കും ഈ റാക്കറ്റുകൾ ഉണ്ടായി വരുന്നതിന് ഒരു വളമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ സിസ്റ്റം തന്നെ അല്ലേ? ആ ഒരു സിസ്റ്റത്തിലെ ഫെയിലിയർ എന്തുകൊണ്ടാണ് ഇവിടെ ആളുകൾ മറച്ചു വെക്കുന്നത്? നമ്മുടെ സെലിബ്രിറ്റീസും കാര്യങ്ങളെല്ലാം ഈ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാളുകൾ ഈ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വാഹനങ്ങൾ എത്താനായിട്ടുള്ള റൂട്ട് കോസ് എന്ന് പറയുന്നത് സിസ്റ്റത്തിലുള്ള ലൂപ്പുകൾ തന്നെയല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യാജ മേൽവിലാസത്തിൽ വാഹനങ്ങൾ നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ അറിയിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായൊരു വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.